ഫൈനലിലെ പോരാട്ടത്തിന് ഒരുങ്ങി പുന്നമട 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആവേശത്തുഴ എറിയാൻ ഒരുങ്ങി 21 ചുണ്ടൻ വള്ളങ്ങൾ. ഓണാവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് അടയ്ക്കും. സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് വർണ്ണാഭമായ ഓണാഘോഷം. സ്കൂളുകൾ വീണ്ടും തുറക്കുക ഓഗസ്റ്റ് 31-ന്. 8ാം ക്ലാസ്സിലെ ഭാഷാ പരീക്ഷ സെപ്റ്റംബർ 1-ന്. കണ്ണൂർ മാലൂരിൽ കെണിയിലകപ്പെട്ട പുലി ചത്തതിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് വനംവകുപ്പ്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങി. കേസിൽ നിലവിൽ പ്രതികളില്ല. പുലി ചത്തത് വയറ്റിൽ കുരുക്ക് മുറുകിയതിനെ തുടർന്നെന്ന് പ്രാഥമിക നിഗമനം. ഇറാനെതിരെ ഏറ്റവും കടുപ്പമേറിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക. ഇറാൻ ഭരണകൂടത്തെ തകർക്കാൻ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഉപരോധ നടപടികൾ ഉണ്ടാകുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ്. ചൈന അടക്കം മറ്റ് രാജ്യങ്ങൾ പിന്തുണയ്ക്കണമെന്നും ആഹ്വാനം. ജയിലിൽ കഴിഞ്ഞിരുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. ഇമ്രാന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. സർക്കാർ മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന ആരോപണം കടുപ്പിച്ച കുടുംബം. വിദേശത്ത് ചികിത്സ ലഭ്യമാക്കാമെന്ന് സർക്കാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ആഴ്സലിന് കവൻട്രി സിറ്റി എതിരാളികൾ. മത്സരം രാത്രി 12:30-ക്ക് ആഴ്സലിന്റെ തട്ടകമായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതകളുടെ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യവുമായി ഏറ്റുമുട്ടും. പുരുഷന്മാരുടെ ഡബിൾസിൽ സ്വാത്വിക് സിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിനും മത്സരം.